അഷ്ടമുടി കായൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി വിധി നടപ്പാക്കുന്നതിലെ വീഴ്ചയിൽ മാപ്പപേക്ഷയുമായി സംസ്ഥാന സർക്കാർ. പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച് 2 മാസത്തേക്ക് അധിക സമയം തേടി. അതേസമയം സർക്കാരിന്റെ നിലപാട് കോടതി വിധിയോടുള്ള അനാദരവാണെന്ന് ഹർജി നൽകിയ അഡ്വക്കേറ്റ് ബോറിസ് പോളും ചൂണ്ടിക്കാട്ടി. അഷ്ടമുടി കായൽ സംരക്ഷണത്തിന് കൃത്യമായ ചട്ടക്കൂട് രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് 2025 ജൂലൈ 29 ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത്. എന്നാൽ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ കാലതാമസമുണ്ടായി. ഇതോടെയാണ് വീഴ്ചയിൽ പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി കോടതിയിൽ ക്ഷമാപണം നടത്തിക്കൊണ്ടുള്ള സത്യവാങ്മൂലം സമർപ്പിച്ചത്. നിർദ്ദേശങ്ങൾ പാലിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയെങ്കിലും ഭരണപരമായ കാലതാമസമാണ് നടപടികൾ വൈകാൻ കാരണമായതെന്നാണ് വിശദീകരണം. ഇതിനായി 2 മാസത്തെ അധിക സമയമാണ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കോടതി വിധി പ്രകാരമുള്ള ആദ്യ യോഗം 2026 ഫെബ്രുവരിയിൽ നടന്നെങ്കിലും നാളിതുവരെ ഒരു ഓഫീസ് സംവിധാനം പോലും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഹർജിക്കാരനായ അഡ്വക്കേറ്റ് ബോറിസ് പോൾ പറഞ്ഞു. കായൽ കയ്യേറി ഭൂമിയാക്കിയത് ഏക്കറുകൾ കണക്കിനുള്ള സ്ഥലമാണ്. പിന്നെ അതുകൂടാതെ മലിനീകരണം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ മെഡിക്കൽ വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാരകമായ മലിനീകരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് യൂണിറ്റ് സ്ഥാപിക്കാത്തത് കൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല. ഈ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനവും സത്യത്തിൽ ഇപ്പം നിലച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കോടതി ഇലക്ഷൻ നടപടികൾ ഞാൻ ഇനിഷ്യേറ്റ് ചെയ്തത്. അഷ്ടമുടി കായൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കോടതി അലക്ഷ്യ കേസ് വ്യാഴാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. പൊതുജനാരോഗ്യത്തിന് ഗുരുതര ഭീഷണിയായ ആന്റിബയോട്ടിക് പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യവും അഷ്ടമുടിയിലെ ജലത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. കായൽ നവീകരണത്തിനും മാലിന്യ നീക്കത്തിനുമായി വകയിരുത്തിയ തുക ഫലപ്രദമായി വിനിയോഗിക്കപ്പെടാത്തതിൽ അടിയന്തര അന്വേഷണം വേണമെന്ന ആവശ്യവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. ജനം, കൊല്ലം.